ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മക്രോണി പാസ്തയുടെ റെസിപ്പിയാണ്. നല്ല ക്രീമിയും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതായ ഇന്ത്യൻ സ്റ്റൈൽ മസാല പാസ്തയാണിത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയിട്ട് അടിപൊളി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം പാസ്ത ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പും ഓയിലും എല്ലാം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് പാസ്തയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാസ്ത ചേർത്തിട്ട് സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. പാസ്ത ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. പാസ്ത കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 6-7 മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട്. ഇനി പാകത്തിന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം. ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. പാസ്ത പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പാസ്ത കുക്ക് ചെയ്തെടുത്തതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞ് കുറച്ച് തണുത്ത വെള്ളം കൂടി ഇട്ടൊന്ന് കഴുകി വെള്ളമെല്ലാം പോയി കിട്ടാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കണം. ഓയിലും ബട്ടറും നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. സവാള എല്ലാം ഒന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ ക്യാരറ്റ്, ബീൻസ്, ചെറുതായി ചോപ്പ് ചെയ്ത ക്യാപ്സിക്കം, ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും 1/2 കപ്പ് ഫ്രോസൺ സ്വീറ്റ് കോണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് എല്ലാം നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കണം. വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കഴിഞ്ഞ് 3-4 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 തക്കാളി മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ടൊമാറ്റോയുടെ വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നമുക്ക് കുക്കായി ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പാനൊന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് കുക്ക് ചെയ്യണം. 2-3 മിനിറ്റിന് ശേഷം പാൻ്റെ മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞ് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കണം. ടൊമാറ്റോ സോസ് ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഈ മസാലയിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. ചീസ് ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പാസ്തക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മക്രോണി പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മസാല എല്ലാം പാസ്തയിൽ പിടിക്കുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പാസ്ത ചേർത്തതിന് ശേഷം കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കണം. അവസാനം ഇതിൻ്റെ മുകളിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. റെഡിയായ പാസ്തയുടെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ മിക്സഡ് ഹെർബ്സും ചില്ലി ഫ്ലേക്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ല നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.